മലയാളികൾ അനുഗ്രഹീതരും ഭാഗ്യം ചെയ്തിട്ടുള്ളതായി നടക്കുന്ന സംശയമില്ല. കാരണം ശ്രീനാരായണ ഗുരു എന്ന യുഗപുരുഷൻ ജന്മം കൊണ്ടത് നമ്മുടെ ഈ ചെറിയ ദേശത്ത് മാനവീയതയും സ്നേഹത്തെയും ഉൾക്കൊള്ളുന്ന ലോകത്തെ ഏതൊരു മനുഷ്യനും ഗുരുവായി കാണാവുന്ന ഒരു മഹത് വ്യക്തി കൂടിയാണ് ശ്രീനാരായണ ഗുരു. തീർച്ചയായും മനുഷ്യരുടെ ആത്മീയ പ്രകർഷണത്തിനും നിർവൃതിക്കും വേണ്ടിയുള്ള അന്വേഷണം കൂടിയായിരുന്നു അദ്ദേഹം. ഒപ്പം ചുറ്റുപാടുമുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ ലൗകിക ജീവിതം അഭിവൃദ്ധിപ്പെടണം എന്ന് അദ്ദേഹത്തിന് നിഷ്കർഷമുണ്ടായിരുന്നു. ശിവഗിരി തീർത്ഥാടനം സന്യാസിവര്യന്മാരെ ഏൽപ്പിക്കുന്നത് അതിന് ഇവിടെ പറഞ്ഞതുപോലെ 8 അജണ്ടകൾ നിശ്ചയിച്ചു കൊടുക്കുന്നതിലും അദ്ദേഹം കാണിച്ച ഒരു പ്രായോഗികക്ഷമത, ദീർഘവീക്ഷണം അതൊരിക്കലും വിസ്മരിക്കാനാകുന്നതല്ല. കച്ചവടത്തെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും ശുദ്ധിയെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചുമെല്ലാം എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടുന്നു. മനുഷ്യ ജീവിതത്തിന്റെ പുരോഗതിക്ക് അതെല്ലാം അത്യന്താപേക്ഷിതമാണ് എന്ന് കണ്ടതുകൊണ്ട് അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിന്റെ പ്രത്യേകതകളോട് കണ്ടുകൊണ്ടാണ് കൈത്തൊഴിലും കച്ചവടമൊക്കെ അജണ്ടയാക്കുന്നത്. ഒരുപക്ഷെ ഇന്നാണെങ്കിൽ ഈ സാങ്കേതിക വിദ്യ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ശ്രീനാരായണ ഗുരു ഉദ്ഘോഷിക്കുകയായിരുന്നു. അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഐതിഹ്യങ്ങളുടെ തടവറയിലാക്കുകയല്ല വേണ്ടത്. അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ കാണിച്ചിട്ടുള്ള സംഭാവനകളുടെ സത്യത്തിന്റെ വെളിച്ചം അതിനെയാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. തീർച്ചയായും ദേശാതിർത്തികളുണ്ട് അദ്ദേഹത്തിന്റെ സന്ദേശം ഇന്ന് പ്രചരിപ്പിക്കുവാൻ ശിവഗിരി പരിശ്രമിക്കുന്നുണ്ട്. എല്ലാവിധ അഭിനന്ദനങ്ങളും ഐക്യദാർഢ്യവും അതിനുവേണ്ടി പ്രഖ്യാപിക്കുകയാണ്. ജോയ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഗവൺമെന്റും ഇടതുപക്ഷവും ശിവഗിരിയോട് ഗുരുദർശനങ്ങളോട് ആഭിമുഖ്യമുണ്ട് എന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ വികസന പ്രവർത്തനങ്ങളും മറ്റുമായി കൂടെ നിൽക്കുന്നത് എന്നതുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ശിവഗിരി ഗുരു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുവാനുള്ള ഇടാവിളക്കായി